തൃശൂർ കോർപ്പറേഷൻ മേയർ രാജൻ ജെ പല്ലൻ പള്ളിക്കുളം ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും. എ വിഭാഗം തഴഞ്ഞ സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് രാജൻ സ്ഥാനാർത്ഥിയാകുന്നത്. അതേസമയം കരുണാകരൻ വിഭാഗത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചുവെന്നാരോപിച്ച് പത്മജ വേണുഗോപാൽ DCC നേതൃത്വത്തിന് പരാതി നൽകി. ഉച്ചയ്ക്ക് ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് DCCയുടെ ശ്രമം. ഇന്നലെ രാത്രിയിലാണ് രാജൻ ജെ പല്ലൻ മത്സരിക്കേണ്ടതിനുള്ള നിലപാട് എ ഗ്രൂപ്പ് സ്വീകരിച്ചത്. മറ്റിടങ്ങളിൽ മേയർമാർ മത്സരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജന് സീറ്റ് നിഷേധിച്ചത്. രാജൻ ജെ പല്ലനെ തങ്ങളുടെ പക്ഷത്തെത്തിച്ച് പള്ളിക്കുളം ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് ഐ ഗ്രൂപ്പ് നീക്കം. മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളായ CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും ഇന്ന് കാലത്ത് നടത്തിയ ചർച്ചയിൽ ഇക്കാര്യത്തിൽ അന്തിമ ധാരണയായി. സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വളർച്ചയുണ്ടായ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം. IP പോളും പിന്നെ രാജൻ പല്ലൻ മേയറുമായിട്ടുള്ള കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ല വികസനത്തിന്റെ കാലഘട്ടം. നിങ്ങളെല്ലാവരും പറയുകയും ചെയ്തു. എല്ലാവരും നമുക്ക് മുന്നിൽ നിർത്തി പോകേണ്ട ആളുകളാണ് എന്നുള്ള രൂപത്തിലാണ് മുഴുവൻ മാധ്യമങ്ങളും ജനങ്ങളും പ്രതീക്ഷിച്ചു നിൽക്കുന്നത്. അതേസമയം ഐ വിഭാഗം കരുണാകര പക്ഷത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നും പൂർണ്ണമായി അവഗണിച്ചുവെന്നാരോപിച്ച പത്മജ വേണുഗോപാൽ DCC നേതൃത്വത്തിന് പരാതി നൽകി. 6 സീറ്റുകൾ നൽകണമെന്ന ആവശ്യമാണ് CN തേറമ്പിൽശ്ശേരി നിരാകരിച്ചത്. ഒരു സീറ്റ് മാത്രമാണ് ഇക്കുറിയും കരുണാകരൻ അനുകൂലികൾക്ക് ലഭിക്കുക. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചുവെന്നാരോപിച്ചു എന്ന പ്രതിഷേധം മറികടക്കാനുള്ള നീക്കവും DCC നടത്തുന്നുണ്ട്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, തൃശൂർ.